ഒളിമ്പിക്സ് തിരിച്ചടിക്ക് പിന്നാലെ വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുസ്തി താരം വിനേഷ് ഫോഗട്ട്. തന്റെ സ്വപ്നങ്ങൾ തകർന്നുവെന്നും ഇനി തനിക്ക് കരുത്ത് ബാക്കിയില്ലെന്നും വിനേഷ് ഫോഗട്ട് എക്സിൽ കുറിച്ചു. അനിൽ വാസുദേവ് ചേരുന്നുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, ഏറ്റവും സങ്കടകരമായ വാർത്ത, എനിക്ക് തോന്നുന്നു ഈ കായിക പ്രേമികൾക്ക് മാത്രമല്ല, കായിക രംഗത്തെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമല്ല, എല്ലാവരുടെയും, ഇന്ത്യക്കാരുടെ ഒന്നടങ്കം അഭിമാനമായി മാറിയ ഒരാളാണ് ഈ രീതിയിൽ വിരമിക്കുന്നത്. സങ്കടകരമായ കാര്യമാണ്. ഒരു പക്ഷേ ഈ ഒളിമ്പിക്സിൽ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാണ് വാങ്ങുന്നതെങ്കിൽ പോലും നമുക്ക് ഇത്ര വേദനയുണ്ടാകുമായിരുന്നില്ല. ഇന്നലെ ഒരു ചെറുചിരി PT ഉഷയുടെ ഒപ്പം ആശുപത്രിയിൽ കണ്ടപ്പോൾ ഒരു ചെറുചിരി മുഖത്തുണ്ടായിരുന്നത് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടായിരുന്നു. തളർന്നു പോകാതെ ഇനിയും ഒരു പോരാട്ടത്തിന് ആത്മവീര്യമുണ്ട് എന്ന് നമുക്ക് തോന്നുമായിരുന്നു. പക്ഷേ അതെല്ലാം അമ്പേ പരാജയപ്പെട്ടിരിക്കുന്നു. വല്ലാതെ നിരാശപ്പെടുത്തുന്നു ഇന്ന് വരുന്ന ഈ വിരമിക്കൽ പ്രഖ്യാപനം. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒരു വിരമിക്കൽ പ്രഖ്യാപന വാർത്ത തന്നെയാണ് വന്നിരിക്കുന്നത്. വിനേഷ് ഫോഗട്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഗുസ്തി ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ്. ഒരുപക്ഷെ ഇന്ത്യൻ വനിതാ ഗുസ്തി താരങ്ങൾക്കിടയിലെ പതാകവാഹകരിൽ ഒരാൾ എന്ന് തന്നെ വിശേഷിപ്പിച്ചാൽ പോലും തെറ്റില്ല. കാരണം അത്ര കണ്ട് മെഡലുകൾ, നേട്ടങ്ങൾ ഇന്ത്യക്കായി സമ്മാനിച്ച ഒരു താരമാണ്. പക്ഷെ അതിനപ്പുറം ഇന്നലെ ഒരു ദിനം അത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യൻ കായിക ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനം, അല്ലെങ്കിൽ ഏറ്റവും നിരാശ ഉണ്ടാക്കുന്ന ദിനം തന്നെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. നിരവധി തവണ നമ്മൾ ക്രിക്കറ്റ് ലോകകപ്പിലും അല്ലെങ്കിൽ ഹോക്കിയിലും ഒക്കെ തന്നെ തോറ്റിട്ടുണ്ട്. ഇല്ലെങ്കിൽ മറ്റു പല കായിക മത്സരങ്ങളിലും ഈ ലോകകപ്പിലൊക്കെ തന്നെ നമുക്ക് പല തോൽവികളും നേരിട്ടിട്ടുണ്ട്. PT ഉഷയുടെ മെഡൽ നേട്ടത്തെക്കുറിച്ച്, മെഡൽ നഷ്ടമായതിനെ കുറിച്ച്, മിൽഖ സിംഗിന്റെ നഷ്ടത്തെക്കുറിച്ചൊക്കെ തന്നെ നമ്മൾ പലകുറി പറയുന്നതാണ്. പക്ഷേ അതിനേക്കാൾ അപ്പുറമുള്ള ഒരു നിരാശയാണ് ഇന്നലെ ഒളിമ്പിക് വേദിയിൽ നിന്ന്, പാരീസിൽ നിന്ന് നമുക്ക് ലഭിച്ചത്. അതായത് അനുവദിച്ചതിലും ഭാരം കൂടുതൽ, വെറും 100 ഗ്രാമിന്റെ കൂടുതൽ ഉള്ളത് കൊണ്ടാണ് വിനേഷ് ഫോഗട്ടിന് അയോഗ്യത കൽപ്പിക്കപ്പെടുകയും ഒടുവിൽ ഫൈനലിന് ഇറങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുമ്പ് അയോഗ്യയാക്കപ്പെട്ടതോടെ ഉറപ്പിച്ചിരുന്ന ഒരു മെഡൽ, അത് സ്വർണമോ വെള്ളിയോ ഒരുപക്ഷെ മത്സരിച്ചിരുന്നെങ്കിൽ അമേരിക്കൻ താരം സാറ അന്നെതിരെ ഒരു മികച്ച റെക്കോർഡുണ്ട്. ഇതിനു മുമ്പ് ഏറ്റുമുട്ടിയ 2 തവണയും ജയിച്ചത് വിനേഷ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഉറച്ചൊരു സ്വർണം തന്നെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു പോയത്. അതിനകത്ത് ഇന്ത്യ പ്രതികരിച്ചു നോക്കി. ഒരുപക്ഷെ അപ്പീലിന് പോലും ഒരു സാധ്യതയില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ വലിയ നിരാശയോടുകൂടിയാണ് നമ്മൾ ഈ വാർത്ത കേട്ടത്. രാജ്യം ഒന്നടങ്കം വിനേഷിനെ പിന്തുണയ്ക്കുന്ന കാഴ്ച കണ്ടു. രാഷ്ട്രപതി തന്റെ സങ്കടം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി പറയുന്നുണ്ടായിരുന്നു, രാഹുൽ ഗാന്ധി പറയുന്നു. അപ്പോൾ തന്നെ പാർലമെന്റിൽ ഈ വിഷയം വരുന്നു. സമൂഹ മാധ്യമങ്ങൾ തുറക്കുമ്പോൾ, അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ഈ വിവരങ്ങളുമായി ചേർന്നത്. ഇനിയൊരു പുനഃപരിശോധന ഉണ്ടാകുമോ ഈ തീരുമാനം എന്നുള്ള കാര്യമൊക്കെ വരും മണിക്കൂറിൽ നമുക്കറിയാം. ഏതായാലും രാവിലെ വന്ന ഈ വാർത്ത വളരെ നിരാശപ്പെടുത്തുന്നു.